എത്രയാണ് തിരക്ക്? പോളിംഗിന് സമയം അവസാനിക്കാൻ ഇനി 6 മിനിറ്റേ ഉള്ളൂ. സുജയ 114 നമ്പർ ബൂത്തിലാണ്, ഈ കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ 114 നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ നല്ല തിരക്കുള്ളത്. ഏകദേശം 30ഓളം പേർ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുകയാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈ പോളിംഗ് അവസാനിക്കാൻ ഉള്ളൂ. നിലവിൽ 875 പേർ വോട്ട് ചെയ്തു. അതായത് 68% പോളിംഗ് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തി. ഇവർ കൂടി പോൾ ചെയ്ത് കഴിയുമ്പോൾ 70% മുകളിലേക്ക് പോളിംഗ് ശതമാനം ഉയരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6 മണി കഴിഞ്ഞാൽ ഇവർക്കെല്ലാം തന്നെ സ്ലിപ്പ് ടോക്കൺ നൽകും. ഈ ടോക്കൺ അനുസരിച്ചാകും പിന്നീട് വോട്ട് രേഖപ്പെടുത്താനാവുക. ഗേറ്റും ക്ലോസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് 116 നമ്പർ ബൂത്തുള്ളത്. അവിടെ സായ്കുമാർ ഉണ്ട്. അവിടെ വലിയ തിരക്കാണുള്ളത്. അവിടെ എന്തായാലും 6:45 വരെ സാധാരണഗതിയിൽ വോട്ടിംഗ് പോകും. കാരണം 7:45 അവിടെ പോളിംഗ് ആരംഭിക്കാനായത്. നിലവിൽ ഇവിടേക്ക് വോട്ട് ചെയ്യാനായി ആളുകൾ വോട്ട് ചെയ്തതാണോ? വോട്ട് ചെയ്ത് മടങ്ങുന്നവരാണ്. വോട്ട് എന്താ വൈകിപ്പോയോ? അല്ല, തിരക്കുണ്ടായിരുന്നു. തിരക്ക് കഴിയാൻ വെയിറ്റ് ചെയ്തതാണ് ലാസ്റ്റ് വോട്ട് ചെയ്യുന്നത്. എന്താ രാവിലെ വന്ന് വോട്ട് ചെയ്യുന്നതല്ലേ രീതി? നല്ല സമയം പണിയായിട്ട് പറഞ്ഞു. അങ്ങനെ ജോലി കഴിഞ്ഞ് വരുന്ന ഒരുപാട് പേരുണ്ട്. ഒരാള് ഓടി കിതച്ച് വരുന്നുണ്ട്. നമ്മൾ മറ്റ് ബൂത്തുകളിലെ വിവരങ്ങളിലേക്ക് കൂടി ഒന്ന് പെട്ടെന്ന് പോവുകയാണ്. ടോക്കൺ വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടോക്കൺ വാങ്ങണം. 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ടോക്കൺ വാങ്ങി ഗേറ്റിനകത്തേക്ക് കടക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. 6 മണിക്കാണ് ഈ പോളിംഗ് ബൂത്തുകളുടെയൊക്കെ ഗേറ്റ് അടയ്ക്കുക. അതൊക്കെ ഒന്ന് സൈഫുനിസ അവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. കൂടുതൽ വരി നിൽക്കുന്ന ആളുകൾ 143 143യിൽ ഇപ്പോൾ നീണ്ട നിരയാണ്. 130ലേറെ ആളുകൾ വരിയിൽ നിൽക്കുന്നുണ്ട്. ആകെ 1411 വോട്ടർമാർ. അതോടൊപ്പം തന്നെ ഇപ്പൊ 913 വോട്ട് പോളായിട്ടുണ്ട് 115 ബൂത്തിൽ. കല്ലേക്കാട് ബ്ലോക്ക് ഈസ്റ്റ് ബിൽഡിംഗ് ന്യൂ ബിൽഡിംഗിൽ നമുക്ക് 915 വോട്ട് പോളായിട്ടുണ്ട്. ഏകദേശം ടോട്ടൽ വോട്ടർമാരുടെ എണ്ണം 1251. അതിൽ 915 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ 22% ആയിട്ടുണ്ട് നിലവിൽ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം 68% നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് സായ്കുമാറിലേക്ക് ഒന്ന് പോകാം. പെട്ടെന്ന് ക്വിക്ക് അപ്ഡേറ്റ്. സായ്കുമാർ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? കാലേക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ബൂത്ത് 114 മുതൽ 116 വരെ ഇപ്പോഴും നീണ്ട നിരയാണോ? തീർച്ചയായും സുജയ, അതായത് സൈഫുനിസ നിൽക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തെ ബൂത്താണ് 116. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം ഏകദേശം ഒരു 200-നടുത്ത ആളുകൾ ഇപ്പോഴും വരിയിലാണ്. വോട്ടെടുപ്പ് അവസാനിപ്പിക്കാൻ ഇനി വെറും 5 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ കാണുന്ന ക്യൂ ആണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇത് ഈ സമയം കടന്നു പോകും. ടോക്കൺ കൊടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കടക്കുകയാണ്. നേരത്തെ തന്നെ ഇവിടെയുള്ള വോട്ടർമാർ നമ്മളോട് തന്നെ പരാതിയായി പറഞ്ഞിരുന്നു. വളരെ മന്ദഗതിയിലാണ് വോട്ടെടുപ്പ് നീങ്ങുന്നത്. അതോടൊപ്പം രാവിലെ വോട്ടെടുപ്പ് തുടങ്ങാനും ഏകദേശം 3/4 മണിക്കൂറോളം യന്ത്രം പണിമുടക്കിയത് മൂലം ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യം 6 മണിക്ക് തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യും എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് കാണാം നീണ്ട ക്യൂ ആണ് ഇപ്പോഴും ഉള്ളത്. നിരവധി ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പലരും മണിക്കൂറിലേറെ സമയം കാത്തു നിൽക്കുന്നു എന്നാണ് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രതിഷേധം ആ വോട്ടർമാർക്കിടയിലൊക്കെ ഉണ്ട്. ചേട്ടാ, എത്ര സമയം വെയിറ്റ് ചെയ്യുന്നു? 1 മണിക്കൂറായി. വളരെ സ്ലോ ആണ്. രാവിലെ വന്നിട്ട് മിഷൻ കേട് വന്നിട്ട് പോയതാണ്. 1 മണിക്കൂർ നിന്നിട്ട് മിഷൻ ശരിയാകണം. എന്നിട്ട് പണിക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും 1 മണിക്കൂർ ക്യൂ. അപ്പോൾ 1 മണിക്കൂറായി. അതാണ് നിരവധിയായിട്ടുള്ള ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട പരാതിയാണ്. ഇവരിൽ പലരും രാവിലെ വന്ന് ഇവിടെ യന്ത്രത്തകരാറ് മൂലം വോട്ടെടുപ്പ് വൈകുന്നത് കൊണ്ട് മടങ്ങിപ്പോയ ആളുകളാണ്. വൈകുന്നേരം അതൊക്കെ ശരിയായി തിരക്കുണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചു വന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, സ്ത്രീ വോട്ടർമാരുടെയൊക്കെ വലിയ ക്യൂ ആണ് ഇവിടെ ഉള്ളത്. വോട്ടെടുപ്പ് അവസാനിക്കാൻ ഇനി വെറും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പോലീസ് ആദ്യ സൂചന ഇവർക്ക് നൽകിക്കഴിഞ്ഞു. പുറത്തുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ ബാക്കിയുള്ള ആളുകളൊക്കെ ഉള്ളിലേക്ക് കയറണം. ഗേറ്റ് ഇപ്പോൾ അടക്കം ക്ലോസ് ചെയ്യും എന്ന നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തയ്യാറാണെങ്കിൽ 56 നമ്പർ ബൂത്തിൽ നീണ്ട ക്യൂ ആണ്. കൂടുതൽ പോലീസ് ഇപ്പോൾ